ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാൻ ആകെ ഒരു കൊച്ചു കുട്ടിയാണ്. ഉണ്ടായപ്പോൾ തന്നെ വളരെ ചെറുതാണ്. വലിയ വലിയ കളറൊന്നുമില്ല. എൻ്റെ മൂത്ത 2 പേർക്കും നല്ല കളറാണ്, നല്ല വെളുത്തതാണ്. എൻ്റെ ചേച്ചിയും അതെ, എൻ്റെ ചേട്ടനും അതെ. ഞാനായപ്പം എനിക്കിത്തിരി കളറ് കുറവായിരുന്നു. അപ്പം ഞാൻ ഇത്തിരി വലുതായി വന്നപ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ മാത്രം കറുത്തിട്ടാണല്ലോ എന്നുള്ള ഒരു ചെറിയ ചിന്തയൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ടായി വന്നായിരുന്നു. അത് നമ്മളത്ര കാര്യമാക്കാറില്ലല്ലോ, നമ്മളങ്ങനെ വളർന്നു. പക്ഷെ അതല്ല കാര്യം. അപ്പം എനിക്ക് ചേട്ടന് എൻ്റെ എത്രയാണ്, എനിക്കൊരു 2.5 വയസ്സായി. ഞാൻ 2.5 വയസ്സെന്ന് പറഞ്ഞാൽ ഞാൻ ആകെ മെലിഞ്ഞ്, തലമുടിയൊക്കെ ചുരുണ്ട് ഒരു മെലിഞ്ഞ് കറുത്ത കുട്ടിയായിരുന്നു. അതെപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആ പടം പോലെ എൻ്റെ ആ രൂപം എൻ്റെ മനസ്സിലുണ്ട്, അങ്ങനത്തെ ഒരു കുട്ടിയെ മെലിഞ്ഞ്. കാരണം പിന്നെ എനിക്കെപ്പോഴും പിന്നെ മറ്റുള്ള അച്ഛൻ്റെ അമ്മയുടെയൊക്കെ വാത്സല്യം എനിക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കെപ്പോഴും കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ എപ്പോഴും അസുഖമാണ്. എപ്പോഴും ഓരോ മാസം ആകുമ്പോഴത്തേനും ഛർദി, പനി എല്ലാ മാസവും വരും. അങ്ങനെ ഛർദ്ദിച്ച് ഞാൻ ഒരാഴ്ചയോളം ഇങ്ങനെ ഛർദ്ദിച്ചൊക്കെ കിടക്കാറുണ്ട്. അതല്ല, അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാരണം അങ്ങനെ ഞാൻ വളർന്നൊരു 2.5 വയസ്സായപ്പം ഞാൻ ആരുടെ കൂടെയാണ് കിടക്കുന്നത്? അമ്മയുടെ കൂടെയാണോ? അല്ലല്ലോ, മുത്തച്ഛൻ്റെ കൂടെയാണ് കിടക്കുന്നത്. എൻ്റെ അപ്പൂപ്പൻ്റെ കൂടെയായിരുന്നു കിടക്കുന്നത്. എൻ്റെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു അപ്പൂപ്പനായിരുന്നു, നല്ല സ്നേഹമൊക്കെ തരുന്ന ഒരു അപ്പൂപ്പനായിരുന്നു. എന്നെ വലിയ കാര്യമായിരുന്നു അപ്പൂപ്പന്, അതെനിക്ക് മറക്കാൻ പറ്റിയല്ല. അപ്പൂപ്പന് ട്രഷറിയിലെ കാഷ്യറായിരുന്നു. അന്ന് ജോലി ഉണ്ടായിരുന്നു അപ്പൂപ്പന്. അപ്പോൾ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുണ്ടല്ലോ, എൻ്റെ അമ്മൂമ്മ കുറേ കാലം കഴിഞ്ഞ്, അമ്മൂമ്മയ്ക്ക് പിന്നെ എൻ്റെ അമ്മ ഉണ്ടായി കഴിഞ്ഞ് എൻ്റെ അമ്മാവനും ഉണ്ടായി കഴിഞ്ഞു. അല്ല, അപ്പൂപ്പൻ അമ്മൂമ്മേനെ എന്താ വിളിക്കല്? പേരെന്താ? കുഞ്ഞാപ്പിള്ള വിളിക്കുന്ന പേരെന്തേനു? എന്നെ അപ്പൂപ്പൻ വിളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുതങ്കയെന്നായിരുന്നു. കുഞ്ഞുതങ്കയെന്നാണ് എല്ലാവരും വിളിക്കുക. അപ്പൂപ്പനും അങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പം കുഞ്ഞുതങ്ക എൻ്റെ കൂടെ വന്ന് അങ്ങനെ വിളിക്കുന്ന എല്ലാവരും. അപ്പൂപ്പൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഉണ്ടായി കഴിഞ്ഞ് എൻ്റെ അമ്മാവനും ഉണ്ടായി കഴിഞ്ഞ്, അമ്മാവന് 6 മാസമേ ഉള്ളൂ, എൻ്റെ അമ്മയ്ക്ക് 1.5 വയസ്സേ ഉള്ളൂ. ആലോചിച്ചൊക്കെ, എൻ്റെ അമ്മയ്ക്ക് 1.5 വയസ്സും അമ്മാവന് കുഞ്ഞ് 6 മാസമേ ഉള്ളൂ. എഴുന്നേറ്റ് നടക്കാറ് പോലും ആയില്ല. അപ്പോഴത്തേനും ഈ അപ്പൂപ്പൻ്റെ ഞങ്ങളുടെ അമ്മൂമ്മ മരിച്ചുപോയി. പെട്ടെന്നൊരു പനി വന്നു.